ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രണവ് പാറുവിനെ വിളിച്ചിരിക്കുകയാണ് കേട്ടോ. പാറുവിനോട് പറയാണ്, അതെ എനിക്കൊരു കാര്യം നിറവേറാനുണ്ട് എന്നുള്ള തരത്തിൽ സംസാരിച്ച് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം തന്നെ പാറുവിന് മനസ്സിലാവാണ് ഇവനെന്നും കാര്യങ്ങൾ നേടാൻ മാത്രമാണല്ലോ അമ്മ അതുപോലെ കൂടപ്പിറപ്പുകൾ എന്നുള്ള ആ ഒരു ഇതുള്ളൂ, അല്ലാതെ വേറെ വിവരങ്ങളൊന്നുമില്ലല്ലോ. ആ തരത്തിലുള്ള കാട്ടിലാണല്ലോ പ്രണവ് കാട്ടിയിരിക്കുന്നത്. എന്തിനാണാവോ നീ വിളിച്ചത് എന്ന ആ ഒരു ചോദ്യം പാറുവിൽ നിന്നും പുറത്തോട്ട് വരുന്നു കേട്ടോ. അങ്ങനെ പാറു ഇത് പറഞ്ഞോടെ തന്നെ പ്രണവ് പറയട്ടെ, അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ആ എഗ്രിമെന്റ്, ആ എംബോക്ക് കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടല്ലോ, അതിൽ ഗൗതമാണല്ലോ ഒപ്പിട്ടിരിക്കുന്നു, അതിന് ഞാൻ എന്താ വേണ്ടത് എന്ന് പാറു ചോദിച്ചോടെ തന്നെ അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്, പ്രണവിന് സഹായം ഒന്നും ഗൗതം ചെയ്തു തരണ്ട, എന്താടാ നീ പറയുന്നത്, അതെന്നെ ഗൗതം ചെയ്തു തരണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, പക്ഷെ അതിൽ ഈ പറയുന്ന ഗൗതം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒപ്പ് എനിക്ക് തരണമെന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന പാറു പറയണേ, ഇനി ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുമായി നീ എൻ്റെ മുന്നിലോട്ട് വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം എന്തെന്ന് നീ തിരിച്ചറിയുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒച്ച എടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. ഈ സമയം പ്രണവിന് ഭയങ്കര സങ്കടമാവാണ്. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ നിധി ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിക്കുകയാണ്. അതുപോലെ തന്നെ ഗൗതമിനെയും വിളിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഗൗതം എവിടെ പോയി ഈ പറയുന്ന നിർമ്മലാമ്മ? അപ്പോഴേക്കും പാറു അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇക്കാര്യം പ്രണവ് വിളിച്ച കാര്യത്തെക്കുറിച്ച് എന്തായാലും ഗൗതമിനോട് പറയാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് തന്നെയായിരിക്കും തിരിച്ചടി എന്ന് മനസ്സിലാക്കിയും കൊണ്ട് പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഈ സമയം പറയാണ്, അതെ നമുക്ക് ഭക്ഷണം കഴിക്കാം, നിർമ്മല എവിടെ? അപ്പം രീതി പറയണേ, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയുന്നത് നിർമ്മലയുടെ അരികിലോട്ട് പോവാണ് കേട്ടോ. ആ സമയം നിർമ്മല എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണം കേട്ടോ. ഇതേ സമയം ഉടൻ തന്നെ നിർമ്മലയെ നിധി വിളിക്കാണ്. നിർമ്മലാമ്മേ ഇവിടെ എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല, എന്താ കാര്യം? നിർമ്മലാമ്മയുടെ മനസ്സിൽ ആ CKCയെ കുറിച്ചല്ലേ, അത് പറഞ്ഞോട് തന്നെ. ശരിയാണ് മോളെ നീ പറഞ്ഞത്. നിർമ്മലാമ്മ അയാൾ പല അടവുകളുമായി മുന്നിലോട്ട് വരും, അത് കണ്ടിട്ട് നിർമ്മലാമ്മ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും തിരിച്ചടി കിട്ടുമെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ നിർമ്മല പറയാണ്, അതല്ല നിധി, ഇന്നൊരു സംഭവം ഉണ്ടായി, ഞാൻ നിന്നോട് പറയാതിരുന്നതാ. ഞാൻ ഇന്ന് അമ്പലത്തിലോട്ട് പോയിരുന്നു, അവിടെ CKC വന്നിരുന്നു. എന്താ ഈ പറഞ്ഞത്? അതെ CKC വന്നിരുന്നു, പക്ഷേ അയാൾ എൻ്റെ മുന്നിൽ കാല് പിടിച്ച് പൊട്ടിക്കരയാണ് ചെയ്തത്. എന്തൊക്കെയാണ് നിർമ്മലാമ്മയെ പറയുന്നത്? അതെ അയാൾ എൻ്റെ മുന്നിൽ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ചെയ്തതെല്ലാം തെറ്റായി പോയെന്നും അതുപോലെ തന്നെ കുറ്റബോധമുണ്ടെന്നും ഇനി എനിക്ക് ജീവിതം 6 മാസമുള്ളെന്നും ഞാൻ അതുവരെ ജീവിച്ചിരിക്കുള്ളെന്നും 6 മാസം കഴിഞ്ഞാൽ ഞാൻ മരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ 6 മാസത്തിനുള്ളിൽ ചെയ്ത പാപങ്ങളെല്ലാം എനിക്ക് കഴുകിക്കളയണമെന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് എന്നോട് പറയാണ്, എൻ്റെ മകനെ എനിക്ക് കാണണമെന്നും എൻ്റെ മകനെ കാണാനുള്ള ആ ഏർപ്പാട് എനിക്ക് ചെയ്തു തരൂ എന്ന് എന്നോട് CKC പറഞ്ഞു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നിധി, എന്താ നിർമ്മലാമ്മേ ഇങ്ങനെ ഇപ്പോൾ ഒരു പറച്ചിൽ അയാളിൽ നിന്ന് ഇന്നൊന്നിലും കേൾക്കൽ തുടങ്ങിയതല്ലല്ലോ, അയാളതൊരു നാടകമായിക്കൂടെ? ഇത് അയാളുടെ നാടകമായിരിക്കും. ഇത് കേൾക്കുന്ന നിർമ്മലാമ്മ പറയണേ, ഒരിക്കലും നാടകമല്ല നിധി, അതിലൊരു സത്യമുണ്ട്. ഡോക്ടർ നമ്മളോട് വെളിപ്പെടുത്തത് നീ ഒന്ന് ചിന്തിക്ക്. നമ്മളോട് ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ അയാൾക്ക് ഇനി 6 മാസം ജീവിതമെങ്കിൽ, അത് കേട്ടോടത് നിധി പറയണേ, എങ്കിലും സ്വന്തം മകനെ കാണിച്ചു കൊടുക്കുമെന്ന നിർമ്മലാമ്മ പറഞ്ഞത്. അങ്ങനെയല്ല, എവിടെയോ എന്തോ മനസ്സിനൊരു വേദന, എവിടെയോ എന്തോ ഒരു ടെൻഷൻ, അതാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. അത് കേട്ടോടനെ മതി, ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരിക്കലും നിർമ്മലാമ്മ ഈ പറയുന്ന അയാളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. അയാൾ എന്തിനു വേണ്ടിയാണ് നിർമ്മലാമ്മയുടെ മുന്നിലോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കൊല്ലാൻ വേണ്ടി വന്ന ആളാണ്. അത് കേൾക്കുന്ന നിർമ്മല പറയണേ, ഇല്ല, അയാൾ എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം അവിടെ കർപ്പൂരം കത്തിച്ച് അതിലോട്ട് സത്യം ചെയ്തു, എനിക്കെൻ്റെ മകനെ കാണാനാണ്, അല്ലാതെ എൻ്റെ മനസ്സിലൊരു ഗൂഢലക്ഷ്യമില്ലെന്നും പറഞ്ഞ് അയാൾ എന്നോട് കാല് പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് നിധി, അയാൾ എൻ്റെ മുന്നിലോട്ട് വരുന്ന സമയത്താണ്, കാല് പിടിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ജ്യോതിർമയി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്, അമ്പലത്തിലോട്ട് വരുന്നത്. ആ സമയം അയാൾ എന്നെയും കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിയെന്ന് പറയട്ടോ. ഈശ്വര, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുകയെ, അയാളുമായി നിൽക്കുന്നത് ജ്യോതിർമയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തിനായിട്ട് നിർമ്മലാമ്മ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത്? അപ്പോൾ അത് കേട്ടോടെ തന്നെ, അതെ ഞാൻ പറയട്ടെ, വേണ്ട നിർമ്മലാമ്മ, വെറുതെ കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോകണ്ട. എന്നിട്ട് ജ്യോതിർമയി വന്നിട്ട് നിങ്ങളെ കണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ, ഇല്ല കണ്ടില്ല, ഈ പറയുന്ന
CKC എന്നെയും കൊണ്ട് ഒരു സൈഡിലോട്ട് പോയി. പിന്നീട് അവിടെ എൻ്റെ തോളിലിങ്ങനെ കൈവച്ച് നിന്നു. എന്തൊക്കെയാണ് നിർമ്മലാമ്മ പറയുന്നത്? അതെ, എന്നെ ചാരി ഇങ്ങനെ നിന്നു. എന്നിട്ട് എന്നെ ജ്യോതിർമയി നിന്ന് രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഞങ്ങളൊരു സൈഡിലിങ്ങനെ ചാരി നിൽക്കുകയായിരുന്നു. ആ സമയം ഈ പറയുന്ന ജ്യോതിർമയെ അമ്പലത്തിൽ വരികയും തൊഴുകയും അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നത് വരെ എന്നെ സംരക്ഷിച്ചു. പിന്നീട് എൻ്റെ കൈകൾ പിടിച്ചു വലിച്ച് ഫ്രണ്ടിലോട്ട് വന്ന് ജ്യോതിർമയി പോയെന്നും എനിക്കെൻ്റെ മകനെ കാണിക്കണം, ഞാൻ ഒരിക്കലും എൻ്റെ മകനെ ഒന്നും ചെയ്യാനല്ല, കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്, ദൂരെ നിന്ന് നോക്കിക്കൊണ്ടോളാം എന്നൊക്കെ പറഞ്ഞു പോയെന്ന് പറയട്ടോ. ഈ കഥകളെല്ലാം കേൾക്കുന്ന നിധി പറയണേ, എൻ്റെ നിർമ്മലാമ്മേ, ആ കള്ളനെ വിശ്വസിച്ചുകൂടാ. CKC മരണത്തിലോട്ടോ ജീവിതത്തിലോട്ടോ പോയിക്കോട്ടെ, ഇത്രയും നാളും നമ്മൾ അനുഭവിച്ച ആ ദുരിതം എന്തെന്ന് ആദ്യം ആലോചിക്കണം. നമ്മൾ എത്രത്തോളം ദുരിതം അനുഭവിച്ചിട്ടുണ്ടെന്നും ഈ പറയുന്ന CKC കാരണം എന്തെല്ലാം ബുദ്ധിമുട്ട് ഇന്നിപ്പോൾ ഈ പെരുവഴിയിലോട്ട് ഇറങ്ങാൻ പോലും കാരണം അയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വഴി തിരഞ്ഞു കൊടുക്കരുത്. അയാൾ എന്ത് പറഞ്ഞാലും ഗൗതമിനെ കാണിച്ചു കൊടുക്കരുത്. ഇല്ല, എൻ്റെ ഉള്ളിലൊരു വേദന, അയാൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വേദന ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രണവിനെയാണ്. പ്രണവ് മദ്യപിക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന ശിവാനി വരുന്നത്. ശിവാനി പറയണ, പ്രണവ് നിനക്കെന്താ വട്ടായോ? പിന്നെ ഞാൻ എന്താടി വേണ്ടത്? നിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. പലയിടത്തും പരിഹാസനായി നിന്നിട്ടുണ്ട്. ഗൗതം ചെയ്യുന്ന കമ്പനിയിൽ ഞാനൊരു പിയൂണിനെ പോലെ വർക്ക് ചെയ്യുകയാണെന്നും അങ്ങനെ പല വാക്കുകൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിന് വിഷമമുണ്ടായിട്ടുണ്ട്. ആ വിഷമം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഗൗതമിൻ്റെ ഈശ്വരമംഗലത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിലാക്കിയത്. എന്നിട്ട് ഈ എംബോക്ക് കമ്പനിയുടെ ആ ഒരു എഗ്രിമെന്റ് കണ്ടിട്ട് തന്നെയാണ്. എന്നിട്ടിപ്പോൾ എനിക്കെന്താ കിട്ടിയത്? ആ എംബോക്ക് കമ്പനി ഡീൽ ഉറപ്പിക്കുമ്പോൾ എനിക്ക് ആ കമ്പനിയുടെ ഡീൽ അതുപോലെ നഷ്ടമാവുകയാണ്. ഒരു രൂപ പോലും ചിലവില്ലാതെ, ഒരു ടെൻഡറിൽ പോലും വെക്കാതെ അതെൻ്റെ കൈകളിലോട്ട് വന്നിട്ട് ഇപ്പോൾ നിൻ്റെ ഈ ഒരു വൃത്തികെട്ട സ്വഭാവം കാരണം, ഈ കമ്പനി പേര് മാറ്റൽ കാരണം ഇപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? അത് നഷ്ടമാവുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രണവ് മദ്യപിക്കുമ്പോൾ, പ്രണവേ ഈ രീതിയിൽ കാണാനല്ല. അപ്പോൾ വസുന്ധര കൂടെ കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ വസുന്ധര കടന്നു വരുന്നതെന്ന് കാണുമ്പോൾ ഉടനെ തന്നെ ശിവാനി നിർത്തണം. വസുന്ധര ഇത് കണ്ടിട്ട് ശിവാനി ഇങ്ങനെ ചിരിച്ച് നോക്കിയിട്ട് പോവാണ്. ഈ സമയം ഉടൻ തന്നെ പ്രണവിനോട് ശിവാനി പറയാണ്, ദേ കുടിക്കണ്ട, കുടി ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാനൊരു കാര്യം പറയാം, വസുന്ധര ആൻറ്റിയെ ഇനി നമ്മുടെ കമ്പനിയിലോട്ട് കൊണ്ടു. പിന്നെ വസുന്ധര ആൻറ്റിയാണ് എനിക്ക് ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചത്. നിന്റെ പൊട്ടത്തരം കെട്ട് ഞാൻ വസുന്ധര ആൻറ്റിയെ ഇനി കൊണ്ടുപോകാതിരിക്കില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയാം, നിന്റെ അമ്മയിൽ നിന്നും ഈ ഒരു എഗ്രിമെൻ്റ് പേപ്പർ ഞാൻ സൈൻ ചെയ്ത് വാങ്ങിച്ചു തരാം. പക്ഷേ വസുന്ധര ആൻറ്റി നമ്മുടെ കമ്പനിയിലോട്ടോ അവരുമായുള്ളൊരു കൂട്ടുകെട്ടോ നിനക്ക് പാടില്ല. അവരുമായുള്ളൊരു കൂട്ടുകെട്ടുണ്ടായാൽ തീർച്ചയായും അത് നമ്മുടെ പതനമായിരിക്കും എന്നിങ്ങനെ പ്രണവിനോട് പറയുമ്പോൾ പ്രണവ് പറയണേ, നിന്നെ കൊണ്ട് കഴിയോ? തീർച്ചയായും നിർമ്മലാമ്മയിൽ നിന്നും പാറുവിൽ നിന്നും ഒപ്പിട്ട് വാങ്ങാനുള്ള ആ കഴിവൊക്കെ എനിക്കുണ്ട്. ഞാൻ എന്തായാലും അത് ഒപ്പിട്ട് വാങ്ങിച്ചു തരാം. അത് വസുന്ധര ആൻറ്റി വിചാരിച്ചാലൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ കേട്ട ഉടൻ തന്നെ പ്രണവിനൊരു ആശ്വാസമാവാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് നിർമ്മലയുടെ അരികിലോട്ട് പിറ്റേ ദിവസം രാവിലെ ആവുന്ന രംഗാണ്. നിർമ്മലയുടെ അരികിലോട്ട് നിധി വരികയാണ്. എന്നിട്ട് നിർമ്മലയോട് പറയാണ്, ദേ CKCയുടെ കണ്ണിലൊന്നും അകപ്പെടരുത്. അയാൾ പല അടവുകളുമായി ഒരുപക്ഷെ നിർമ്മലാമ്മയിലോട്ട് വരും. അയാളുടെ മാറ്റം അത് ശരിക്കും സത്യമാണെന്ന് തിരിച്ചറിയണം. അതിനുശേഷം മാത്രമാണ് CKCയുടെ അടുത്ത് പോകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് പാറു വരികയാണ് കേട്ടോ. പാറു വന്നിട്ട് നിധിയോട് പറയണേ, ഞാനൊന്ന് അമ്പലത്തിൽ പോട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നടക്കണം. കുളി കഴിഞ്ഞിട്ടാണോ വ്യായാമത്തിന് ഇറങ്ങുന്നത്? അതെന്താ കുളി കഴിഞ്ഞാൽ നടക്കാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വന്നിട്ട് ഒന്നുകൂടി കുളിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയണം. എന്തോ ആയിക്കോട്ടെ, സൂക്ഷിച്ചു പോകണം, എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തൻ്റെ മക്കൾ, അതായത് പ്രണവും ശിവാനിയും പാറുവിനെ തടയാണ് കേട്ടോ. എന്നിട്ട് പാറുവിനെ തടയുമ്പോൾ പാറു പറയണേ, എന്തിനാണ് നിങ്ങൾ എൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്? ഇനി എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും ഇനിയും സ്വസ്ഥത കെടുത്താനാണോ? നിങ്ങളെന്ന ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പടിയിറങ്ങിയത്. മര്യാദക്ക് മുന്നിൽ നിന്ന് പോവൂ എന്ന് പറയാണ് കേട്ടോ.